നവോമി പറയുകയാണ്, ഞാൻ നിറഞ്ഞവളായി പോയി, യഹോവ എന്നെ ഒഴിഞ്ഞവളായി മടക്കി വരുത്തിയിരിക്കുന്നു. കാരണം എന്താ? ദൈവഹിതമില്ലാതെ ദൈവകൽപ്പന ലംഘിച്ച് പച്ചപ്പ് കണ്ട് ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയതിന്റെ അനന്തരഫലമാണ് എല്ലാം നഷ്ടപ്പെട്ട് ഒഴിഞ്ഞവളായി മടങ്ങി വരുവാൻ അവൾക്കുള്ള കാരണം. അതെ, തിരുവചനം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ പ്രത്യേകത, അവർ പോയ സമൂഹത്തിന്റെ പ്രത്യേകത. അതെ, തിരുവചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അത് നമ്മോട് സംസാരിക്കുന്നു. യഹോവയാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ദേശം, ദൈവം നമ്പുരാൻ ജാതികൾക്ക് പ്രകാശമായി തെരഞ്ഞെടുത്തവർ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും പ്രതിസന്ധികളിൽ വഴുതി വീണാതെ വരെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ കാത്തുപരിപാലിച്ച ജനം, മറ്റുള്ളവർക്ക് പ്രകാശമായി വെളിച്ചമായി ദൈവം നട്ടതാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു താൽക്കാലിക പ്രതിസന്ധി വന്നപ്പോൾ അവർ ദൈവത്തെ മറന്ന് പിതാക്കന്മാരുടെ നാടുപേക്ഷിച്ച് ഇതാ ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. തിരുവചനം വായിക്കുമ്പോൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില ചരിത്ര സത്യങ്ങളാണ്. ആഹാരം മോഹിച്ച് അവർ അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു. നവോമി പറയുകയാ, ഞാൻ ഒഴിഞ്ഞവളായി മടങ്ങി വന്നു എന്ന്. അതിന്റെ കാരണം എന്താ? ഒന്നാമത്തെ കാരണം, അവൾ ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു എന്ന്. ഞാൻ പറഞ്ഞുവല്ലോ, ഇവിടെ ഇതാ യെരൂശലേമിൽ പട്ടിണിയാണ്, കൊടിയ ദാരിദ്ര്യം കളിയാടുകയാണ്, ജീവിക്കുവാൻ നിവൃത്തിയില്ല. അവർ ഇതാ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ നോക്കിയപ്പോൾ ജീവിക്കുവാനും ഭക്ഷണത്തിന് ദാരിദ്ര്യമില്ലാത്തതുമായ മോവാബ് സമഭൂമി തെരഞ്ഞെടുക്കുകയാണ്. പക്ഷേ അവരുടെ ആത്മീക ജീവിതത്തിൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അവളുടെ വീഴ്ചയ്ക്ക് കാരണം, അവളുടെ നഷ്ടത്തിന് കാരണം, അവൾ ഒഴിഞ്ഞവളായി തീരുവാൻ കാരണം ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു എന്നാണ്. യെരൂശലേം എന്ന് പറയുന്നത് നമുക്കറിയാം, ബേത്ലഹേം എന്ന് പറയുന്നത് ബേത്ലഹേമ്യനാണ് ഈ വ്യക്തി. അതേ, നവോമിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ബേത്ലഹേമ്യനാണ്. ബേത്ലഹേം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബൈത്തു ലഹമോ, അപ്പത്തിന്റെ ഭവനം എന്നാണ്. വചനമായ ദൈവം ഇറങ്ങി വസിച്ചത്, ഭൂമിയിൽ ഇറങ്ങി വസിച്ചത് ഈ ബേത്ലഹേമിലാണ്. മാത്രമല്ല, യെരൂശലേമിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്യുന്നത് യെരൂശലേമിലാണ്. ദൈവത്തിന്റെ ആരാധന നിലനിൽക്കുന്ന ഇടം യെരൂശലേമിലാണ്. അതുകൊണ്ടാണ് ലോകത്ത് നാലുപാടുമുള്ള യഹൂദന്മാർ അവരുടെ പെരുന്നാളുകളിൽ കൃത്യമായി യെരൂശലേം ദേവാലയം ആരാധനയിൽ സംബന്ധിക്കുവാൻ കടന്നു ചെല്ലുമായിരുന്നു. ലോകത്ത് യഹൂദന്മാർക്ക് ഒരൊറ്റ ആലയമേ ഉള്ളൂ, ബലിയർപ്പിക്കുവാൻ, യാഗമർപ്പിക്കുവാൻ. അതാണ് യെരൂശലേം ദേവാലയം. അതുകൊണ്ടാണ് പറയുന്നത്, യെരൂശലേമേ, നിന്നെ ഞാൻ മറന്നുപോയാൽ എന്റെ ജീവിതത്തിൽ എന്റെ വലം കൈ മറന്നു പോകുന്നതിന് തുല്യമാണെന്ന സങ്കീർത്തനക്കാരൻ പാടുന്നത്. ഓർക്കുക, യഹൂദന്മാർക്ക് ലോകത്ത് ആരാധന അർപ്പിക്കുവാൻ, അവർക്ക് താൽക്കാലികമായി പ്രാർത്ഥിക്കുവാൻ സിനഗോഗുകളുണ്ട്, കൊച്ചിയിലുമുണ്ട്. പക്ഷേ അവർക്ക് ബലിയർപ്പിക്കുവാൻ ഒറ്റ ആലയമേ ഉള്ളൂ, അത് യെരൂശലേമാണ്. യെരൂശലേം ആരാധനയുടെ പട്ടണമാണ്, അപ്പത്തിന്റെ ഭവനമാണ്. പക്ഷേ ഇവിടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അപ്പുറമാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പ്രായമായ 50-ലധികം വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ അറിയാം ഒരു കാലത്ത് പട്ടിണി എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന്. പണ്ടൊക്കെ 10-12 മക്കളുള്ള വീടുകളിൽ അന്നത്തെ അമ്മമാരുടെ പ്രധാന ആശങ്ക എന്താണ്? മക്കൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഇന്നാണെങ്കിലോ, ഇന്ന് മമ്മിമാരൊക്കെ പറയും 4 വയസ്സേ ഉള്ളെങ്കിലും 40 കിലോ ഉണ്ട്. പക്ഷേ അവരുടെ പരാതി എന്താ? ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള പരാതിയാ. ഒരു പക്ഷേ ദാരിദ്ര്യവും പട്ടിണിയും എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വളരെ ഒന്നും മനസ്സിലാവുകയില്ല. കാരണം നാം ഇഷ്ടം പോലെ കഴിച്ച് ശേഷിപ്പിക്കുന്നവരെ ഏത് കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. വെറൈറ്റിയാണ് ഓരോന്നും ഓരോ ദിവസവും. പക്ഷേ നമ്മളിങ്ങനെ ഭക്ഷണ ദാരിദ്ര്യമൊന്നുമില്ല എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ഓർക്കുക, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് 34 വയസ്സുള്ള രഘു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആഹാരത്തിന് വേണ്ടി, പട്ടിണി മാറ്റാൻ ആഹാരത്തിന് വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ വടക്കൻ കേരളത്തിൽ തച്ചുകൊല്ലപ്പെട്ടത്. ഇല്ലേ? ചുറ്റുപാടും പട്ടിണിയുണ്ട്, നാം അത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ നോമ്പിലെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. നമ്മൾ പറയും, ആരും ഞങ്ങളുടെ അടുക്കൽ പട്ടിണിക്കാരില്ല, ആരും വരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. പക്ഷെ നോമ്പിലെ ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയുണ്ട്. അത് ഇപ്രകാരമാണ്: വയലുകളൊന്നും കൃഷിക്കാരന്റെ അടുക്കലേക്ക് പോകയില്ല. വയലുകളൊന്നും കൃഷിക്കാരന്റെ അടുക്കിലേക്ക് പോകുകയില്ല. കൃഷിക്കാരൻ വിത്തും വഹിച്ച് വയലുകളിലേക്ക് വരികയാ. അതുപോലെയാണ്
വിശപ്പുള്ളവനെ കണ്ടുപിടിച്ച് അവന് ഭക്ഷണം നൽകുന്നവനാണ് നോമ്പനുഷ്ഠിക്കുന്നതിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മൾ ഭക്ഷണം കഴിച്ച് ശേഷിക്കുമ്പോൾ അതെ, നമ്മുടെ ചുറ്റുപാടും വേദനയിലും ദാരിദ്ര്യത്തിലും വിശപ്പിലും കഴിയുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും അവനെ കാണുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ടും ഉപവാസം കൊണ്ടും യാതൊരു മഹാത്മ്യവുമില്ല. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ അവർ നോമ്പനുഷ്ഠിക്കുമ്പോൾ കൃത്യമായി സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ വീടിന് 7-നപ്പുറമെങ്കിലും ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കരുത്, അവന് ഭക്ഷണം കൊടുക്കാതെ എന്നാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ വളരെ ഭംഗിയായി തിരുവചനം നമ്മെ ആർപ്പിക്കുകയാണ്. ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ കഴിക്കാതിരിക്കുന്നു മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പട്ടിണിയിലാണെങ്കിൽ അവരെ കഴിപ്പിക്കുക എന്നുള്ളൊരു ബാധ്യത കൂടെ നമുക്കുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ എത്ര കഴിച്ചു നിറഞ്ഞാലും ഒരുപക്ഷേ ദൈവമുമ്പാകെ നാം ശൂന്യമായി പോകട്ടെ. ഇവിടെ നാം വായിക്കുന്നു, എ സ്പിരിച്വൽ മൈഗ്രേഷൻ, ആത്മീകമായ ഒരു പ്രയാണം ഇവിടെ നടക്കുകയാണ്. ആരാധനയുടെ ഭവനത്തിൽ നിന്നും ജീവന്റെ അപ്പമായ യേശുതമ്പുരാൻ ഇറങ്ങി വസിച്ച ബേത്ലഹേമിന്റെ ആ ആത്മീയതയുടെ അനുഭവത്തിൽ നിന്നും മ്ലേച്ഛ ബിംബങ്ങളെ ആരാധിക്കുന്ന മോവാബിലേക്കുള്ള ഇറങ്ങിപ്പോക്ക് അവരെ ശൂന്യമാക്കി കളഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പറയാറുണ്ട്, എന്തോ ആത്മീയതയാ, ഉണർവില്ലാത്ത ആത്മീയത, നിർജീവമായ ആത്മീയത, ഇതാണോ ഒരു ആത്മീയത? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലരും നമ്മോട് കയർക്കാറുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ തിരുവല്ലയിലെ ഒരു ബുക്ക് ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ എഴുതിയ ഒരു പുസ്തകം ഞാൻ വെറുതെ ഒന്ന് മറിച്ചു നോക്കി. കാരണം അതിന്റെ ഹെഡിങ് കണ്ട ഞാനൊന്ന് മറിച്ചു നോക്കിയതായിരുന്നു. പെരുന്നാളുകൾ എന്തിന് എന്ന്, നോമ്പും ഉപവാസവും എന്തിന്, അതിന്റെ ഹെഡിങ് കണ്ടുകൊണ്ടാണ് ഞാൻ മറിച്ചു നോക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചു ഓർത്തഡോക്സിലെ അച്ഛന്മാരും വല്ലതും ആണോ, പിന്നെ വീണ്ടും നോക്കിയപ്പോഴാണ് ഓർത്തഡോക്സിലെ അച്ഛന്മാരൊന്നുമല്ല, ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാ, സഭാ നേതാവാ. ഞാൻ മറിച്ചു നോക്കി വളരെ ഭംഗിയായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാ, എന്തിനാണ് പെരുന്നാൾ ആചരിക്കുന്നത്, എന്തിനാണ് നോമ്പും ഉപവാസവും, ഓരോ നോമ്പുകളെ കുറിച്ചും ഭംഗിയായി അതിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതെ, ഞാൻ നിങ്ങൾ ഓർക്കുക, ഒരുപക്ഷെ നമ്മുടെ ആരാധനാ ജീവിതത്തെ, ആത്മീക ജീവിതത്തെ സംശയദൃഷ്ടിയോടെ ഞാനും നിങ്ങളും വീക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ചുറ്റുമുള്ളവർ വളരെ തീഷ്ണതയോടെയാണ്, വളരെ പ്രാധാന്യത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഇന്ന് പലപ്പോഴും ആരാധനാലയത്തിൽ നിന്ന് നാം മാറി നിൽക്കുന്നത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലാണ്. ഇന്ന് പള്ളിയിലേക്ക് വരാൻ നമുക്ക് അല്പം ഭയമൊക്കെ ഉണ്ട്, അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്നാൽ ഞാനും നിങ്ങളും ഓർക്കുക, നമുക്ക് ദൈവം തമ്പുരാൻ അവസരം നൽകിയപ്പോൾ എന്തുമാത്രം ആരാധനയിൽ നാം പങ്കുചേർന്നിട്ടുണ്ട്. അവന്റെ ജീവനുള്ള തിരുശരീരക്തങ്ങൾ അനുഭവിക്കുവാൻ നാം കടന്നു വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായി ശ്രദ്ധിക്കുക. ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഭവന സന്ദർശനങ്ങളൊക്കെ നടത്തുന്നതേക്കെ ഉള്ളൂ. കാരണം ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അച്ഛാ എന്ത് ചെയ്യാം, പള്ളിയിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, പള്ളിയിലോട്ട് വരാമോ? പലപ്പോഴും നമ്മൾ പറയും പോരെന്ന് പറയും. പക്ഷേ 2-3 മാസമൊക്കെ അത് ചോദിച്ചവരെ ആരെയും പള്ളി കണ്ടിട്ടില്ല എന്നുള്ളതും ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം പേടിച്ചൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങൾ ഓർക്കുക, നമുക്ക് അവസരമുള്ളപ്പോൾ, ആരാധനയുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരുന്നപ്പോൾ എത്രമാത്രം ആരാധനയിൽ ഭക്തിയോടെ സംബന്ധിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മാത്രമല്ല പ്രോസ്പിരിറ്റിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വഴികൾ നാം തുറന്നിട്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ട്യൂഷന്റെ ദിവസങ്ങളാ ആരാധനയുടെ ദിവസങ്ങൾ. ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് അവധി. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ശീമ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, വിജ്ഞാനി നീ മണിയുടെ നാദം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ പള്ളിക്കുള്ളിൽ പാഞ്ഞെത്തണം എന്ന്. മാത്രമല്ല, ജീവന്റെ ഉടയവൻ യാഗപീഠത്തിൽ ബലിയായി തീരുമ്പോൾ നീ വ്യർത്ഥ കാര്യങ്ങൾക്ക് എന്തിന് വെറുതെ ചുറ്റി അലയുന്നുവെന്ന്. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ മഹത്വമായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതൊക്കെ എന്തുമാത്രം നാം അനുഭവിച്ചറിഞ്ഞതാ മഹത്വമുണ്ട് എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ. അതേ, ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം. നമ്മുടെ ജീവന്റെ അടിസ്ഥാനമാണ് ഈ വിശുദ്ധ കുർബാന. പക്ഷെ ഞാൻ നിങ്ങളും ഓർക്കുക, യേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ ഈ ത്രോണോസിൽ ആഘോഷിക്കുമ്പോൾ, നമുക്ക് വേണ്ടി അത് നുറുക്കുമ്പോൾ, അതെ, അത് അനുഭവിക്കുവാൻ
അത് ഭക്തിയോടെ അതിനെ സ്വീകരിക്കുവാൻ എത്ര വട്ടം നമ്മുടെ കാലുകൾ ഈ ദേവാലയത്തിനുള്ളിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. വ്യർത്ഥ കാര്യങ്ങൾക്ക് വൃഥ നാം വെളിയിൽ അലയുകയായിരുന്നില്ലേ? അതേ, ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിക്കുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എന്ന് ഞാൻ നിങ്ങൾ ഓർക്കുക. താൽക്കാലിക ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, വിദ്യാമേഖല അഭിവൃദ്ധിപ്പെടുത്തുവാൻ, അതെ, ഈ ജീവന്റെ അപ്പം നാം ഉപേക്ഷിച്ച് പോയ വഴികളെ നാം ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ച നവോമിയുടെ ജീവിതം ഇതാ ശൂന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വ്യഥയുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ആത്മീക സങ്കേതത്തിൽ ഒരുമിച്ച് ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആരാധന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ഇതാ തിരുവചനം വായിക്കുമ്പോൾ ഭംഗിയായി അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ച ഭവനം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ആരാധന. ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമാണ് ആരാധന. അതൊരിക്കലും നഷ്ടമായി പോകരുത് എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുദമ്പുരാൻ തന്റെ കുടുംബജീവിതത്തിന്റെ മഹാത്മ്യവും തിരുവചനത്തിൽ നമ്മെ പറയുന്നുണ്ട്. പൈതൽ പ്രായത്തിൽ മാതാപിതാക്കളും യേശുദമ്പുരാനും ഒരുമിച്ച് ദേവാലയത്തിൽ പോകുന്ന ഒരു അനുഭവം. അതെ, മുടങ്ങാതെ ദേവാലയ ആരാധനയിൽ ദൈവത്തിന്റെ സിംഹാസനമായ ത്രോണോസിലേക്ക് നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. നമുക്കറിയാമോ, വിശുദ്ധ മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ച നാം യേശുദമ്പുരാന്റെ ശരീരവുമായി ഏകീഭവിച്ച് യേശുദമ്പുരാന്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ച നാം, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ നാം, തേജസ്സിന്റെ വസ്ത്രമണിഞ്ഞ നാം ആദ്യം നമ്മെ ചെയ്യുന്നെന്താ? ആ ത്രോണോസ്, ആ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് മുത്തുകയാണ്. എന്നെയും നിങ്ങളെയും ആ ബലിപീഠവുമായി ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ബലിപീഠത്തെ വിട്ട് യാതൊരു പ്രാധാന്യവുമില്ല, യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും നമുക്കൊരു പുതിയ കുടുംബ ജീവിതം ഉണ്ടാകുമ്പോൾ നാം വന്നു നിൽക്കുന്നത് ആ ബലിപീഠത്തിന് മുമ്പിലാണ്. ഇനിയും ഈ ലോക ജീവിതമെല്ലാം അവസാനിച്ചാലും നമ്മെ കൊണ്ടുകിടത്തുന്നത് ഈ ബലിപീഠത്തിന് മുമ്പ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതവും ഈ ബലിപീഠവുമായി സദാ ബന്ധിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കൊരു ജീവിതം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളും ഓർക്കുക, ലഭിക്കുന്ന അവസരങ്ങളിൽ ഈ ബലിപീഠവുമായുള്ള ബന്ധം അറുത്തുമുറിച്ച് കളയുവാൻ നമുക്കിടയാകരുത്. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ബന്ധങ്ങളൊക്കെ ഈ ബലിപീഠവുമായിട്ടാണോ, അല്ലെങ്കിൽ ഈ ബലിപീഠത്തെ അവഗണിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കില്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രാധാന്യ സമയങ്ങളിലും ഞാൻ വിവാഹ കൂദാശയെ കുറിച്ചുമൊക്കെയാണ് ഓർപ്പിച്ചത്. ഇതിന്റെ പ്രാധാന്യമൊക്കെ കളഞ്ഞു കുളിച്ചിട്ട് ഇഷ്ടമുള്ള വഴികളിൽ പോകുന്നവരുണ്ട്. നാം അറുത്തുമുറിച്ചാൽ പോകുന്ന ഒരു ബന്ധമല്ല ഈ ബലിപീഠവുമായി നമുക്കുള്ളത്. ഇനിയും ഈ ലോക ജീവിതയാത്ര കഴിഞ്ഞാലും വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പാകെ രാപകൽ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം. അതേ, ഈ സിംഹാസനത്തോട് ചേർത്ത് ബന്ധിച്ച, ഈ ബലിപീഠത്തോട് ചേർത്ത് ബന്ധിച്ച നാം നമ്മുടെ മരണാനന്തര ജീവിതത്തിലും ആ സിംഹാസനത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നത് എന്നോർക്കുക. അതുകൊണ്ട് ഈ ബലിപീഠത്തിൽ നിന്നും നമ്മെ മുറിച്ചു മാറ്റുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ, അങ്ങനെ ഉണ്ടായാൽ നവോമിയെ പോലെ ഒരു ശൂന്യവൽക്കരിക്കപ്പെടുന്ന ജീവിതത്തിലേക്ക് നാം വഴുതി വീണു പോകും എന്നോർക്കുക. ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചാൽ അത് ആത്മീക ദാരിദ്ര്യം മൂലമാണെങ്കിലും ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അതേ, നമ്മെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന ഈ യാഗപീഠവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് നാം മറ്റൊരിടത്തേക്ക് മാറിപ്പോയാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ ശൂന്യമാക്കി കളയും എന്ന് തിരുവചനം പറയുന്നു. നവോമിയുടെ ജീവിതം ശൂന്യമാകുവാൻ കാരണം, അതെ, അവൾ ഒന്നാമതായി തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ആഹാരം ആഗ്രഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിക്കുന്നു. രണ്ടാമതായി നാം കാണുന്ന ഒരു കാരണമുണ്ട്, അഭിവൃദ്ധി മോഹിച്ച് അനുഗ്രഹത്തിന്റെ ഭവനം അവൾ വിട്ടുകളയുന്നു. അഭിവൃദ്ധി മോഹിച്ച് അനുഗ്രഹത്തിന്റെ ഭവനം അവൾ വിട്ടുകളയുന്നു. നമുക്കറിയാം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ അഭിവൃദ്ധി. ആധുനിക ആത്മീയതയുടെ പ്രത്യേകതയും അത് തന്നെയാണ്, പ്രോസ്പിരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത്. അവിടെ കഷ്ടതയില്ല. പാട്ടുകളൊക്കെ പാടുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, കഷ്ടതയില്ല, വേദനയില്ല, ദുഃഖമില്ല, ദാരിദ്ര്യമില്ല, എല്ലാ അഭിവൃദ്ധിയാണ് എന്നാണ് പലപ്പോഴും ആധുനിക ആത്മീയത പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ വലിയ കൺവെൻഷൻ സെന്ററുകളുടെയൊക്കെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാരങ്ങൾ ഇവിടെ കൊണ്ടുവരിക,
നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ സമർപ്പിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ബ്ലസ് പത്തനംതിട്ട, കൊട്ടാരക്കര, കുണ്ട്ര എല്ലായിടവും അനുഗ്രഹത്തിന്റെ സുവിശേഷം മാത്രമാണ്. പക്ഷേ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയ കാര്യമുണ്ട്. ജീവിതത്തിൽ അനുഗ്രഹം നേടിയിട്ടുള്ള വ്യക്തികളുടെ ജീവിതം പരിശോധിച്ചാൽ കഷ്ടതയുടെ കനൽ വഴികളിലൂടെ നടന്നു പോയവരാണ്. പരിശുദ്ധ അമ്മ, അതേ, ലോകമെങ്ങും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നവൾ, ദൈവത്താൽ ഉയർത്തപ്പെട്ടവൾ, യേശുതമ്പുരാന്റെ ജനനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവൾ, ആ അമ്മയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചേ. യേശു ജനിക്കുന്നതിന് മുമ്പ് സന്തോഷമുണ്ടായിരുന്നു? ഇല്ല. അവൾ ഗർഭിണിയായ നാൾ മുതൽ നിന്നയും പരിഹാസവുമാണ്. അവൾ പോയി മലനാട്ടിൽ ഏലിശബയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഒരു സ്ത്രീക്കും അനുഭവിക്കുവാൻ കഴിയാത്ത കഷ്ടത. ഒരു സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് കിടത്തുവാൻ ഒരു കീറ് തുണി പോലും ഇല്ലായിരുന്നു. നമുക്കറിയാം എവിടെയാ കിടത്തിയെന്നില്ലേ? പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നാ പറയുന്നത്. അങ്ങനെ ആർക്കാ ഒരനുഭവം ഉണ്ടായിട്ടുള്ളത്? മാത്രമല്ല, ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും ശുശ്രൂഷയും ഏൽക്കുന്ന സാഹചര്യമാണ് പ്രസവാനന്തര കാലഘട്ടം. പക്ഷേ ആ പൊക്കിൾക്കുടിയുടെ വേദന മാറുന്നതിന് മുമ്പ്, ആ ചോരമണം മാറുന്നതിന് മുമ്പ്, ആ കുഞ്ഞിനെയും മാറോട് ചേർത്ത് ആ തണുത്ത് വിറങ്ങലിച്ച രാത്രിയിൽ ആ കുഞ്ഞിനെ ചൊവ്വയൊന്ന് പുതപ്പിക്കുവാൻ തുണി പോലുമില്ല, തന്റെ നെഞ്ചിലെ ചൂട് എടുത്തുകൊണ്ട് ഓടിപ്പോവുക മിസ്രൈമിലേക്ക്. എന്തുമാത്രം കഷ്ടത! ലോകത്തിന്റെ രക്ഷകന് അവളുടെ കയ്യിലിരിക്കുന്നു. പക്ഷേ കഷ്ടത മാത്രമാണ് അവളുടെ ജീവിതത്തിൽ. വളർന്നു വന്നപ്പോഴോ ഒരമ്മയ്ക്കും കാണുവാൻ കഴിയാത്ത വേദനയുടെ അനുഭവം. സ്വന്തം പുത്രൻ അവന്റെ യൗവനപ്രായത്തിൽ ഇതാ തെറ്റുകാരനായി പിടിക്കപ്പെട്ട്, ഒരു തെറ്റും ചെയ്യാത്തവൻ അധർമ്മികളുടെ മുമ്പാകെ, ഒരു കള്ളന്മാരുടെ നടുവിൽ ക്രൂസിൽ തറയ്ക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന കാഴ്ച ഏതൊരമ്മയാ കണ്ടു നിൽക്കുന്നത്? അതെ, ലോകമെങ്ങും ഭാഗ്യവതി എന്ന് വാഴ്ത്തുമ്പോൾ തന്നെ കഷ്ടതയുടെ കനൽ വഴികളിലൂടെയാ ആ അമ്മ നടന്നിട്ടുള്ളത്. വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, പട്ടിണിയും പരിഹാസവും നിന്നയുമായിരുന്നു. അതേ, ആധുനിക കാലഘട്ടത്തിൽ നാം സമ്പന്നതയുടെ നടുവിൽ വിരാജിക്കുമ്പോൾ, സുഭിക്ഷതയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ അഭിവൃദ്ധി എന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ തീർച്ചയായും തെറ്റിപ്പോയി. നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അഭിവൃദ്ധി മോഹിച്ച് ആ അനുഗ്രഹത്തിന്റെ ഭവനം വിട്ടുകളയരുത്. അഭിവൃദ്ധി മോഹിച്ച് അനുഗ്രഹത്തിന്റെ ഭവനം വിട്ടുകളയരുത്. യഹോവയാൻ ദൈവം ഇസ്രായേൽ മക്കളെ നട്ടയിടമാണ് യെരൂശലേമിന്റെ പ്രദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നും യഹൂദന്മാർ അതിനു വേണ്ടിയിട്ടാ യുദ്ധം ചെയ്യുന്നത്, ഇല്ലേ? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടിയിട്ടാ ഇന്നും ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. കാരണം അവരാ ദേശം വിടുകയില്ല. ആരൊക്കെ എന്തൊക്കെ ഉപദ്രവിച്ചാലും അവരാ ദേശം വിടുകയില്ല. കാരണം അതവരുടെ വാഗ്ദത്ത ഭൂമിയാണ്, ദൈവം കൊടുത്ത ഭൂമിയാ. ലോകമെങ്ങും താമസിച്ചിരുന്ന യഹൂദന്മാർ 1956 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ചെറുരാജ്യം രൂപം കൊണ്ടപ്പോൾ പെട്ടെന്ന് പിറന്നു വീണു എന്നാ പറയുന്നത്. വേദപുസ്തകത്തിൽ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ രാജ്യമുണ്ടായപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് കുടിയേറി. 1956 ആ ചെറിയ രാജ്യമുണ്ടായത് എങ്കിലും ഇന്ന് ലോകം ഭയക്കുന്ന എല്ലാ മേഖലയിലും ഏറ്റവും അധികം വളർച്ച നേടിയ ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് ചരിത്രവും അതുപോലെ തന്നെ സമകാലീന സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. അതെ, അതവരുടെ വാഗ്ദത്ത ഭൂമിയാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്പുരാൻ നമ്മെ ഓരോ ഭവനത്തിൽ നട്ടിരിക്കുകയാണ്, ഓരോ ഇടവകയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ചില അമ്മമാര് പറയും, എത്ര നല്ല ആലോചന വന്ന ഇവിടെ തന്നെ എന്നെ കൊണ്ടുവന്നത്. അതെ, അതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മെ ഇവിടെ ദൈവം നട്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹ ഭവനത്തിൽ ദൈവം നമ്മെ നഷ്ടിരിക്കുകയാണ്. താൽക്കാലിക അഭിവൃദ്ധി മോഹിച്ച്, അതെ, മോവാബ് സമഭൂമിയുടെ പച്ചപ്പ് കണ്ട്, അവിടുത്തെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും വേലിയേറ്റം കണ്ട് നാം ഈ അനുഗ്രഹ ഭവനം വിട്ടാൽ തീർച്ചയായും അത് ശാപഗ്രസ്തമായ ഭൂമിയായി തീരും, ശൂന്യതയിലേക്ക് നമ്മെ നയിക്കുന്നതായി തീരും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും പല ഭവനങ്ങളും ഏകാന്തതയുടെ അനുഭവത്തിലാണ്. ഒറ്റപ്പെടുന്ന വാർദ്ധക്യം ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ പ്രയാസമാണ്. കാരണം ഇന്ന് നമ്മുടെയൊക്കെ ഇടവകകളിൽ ഒരു 60% വീട്ടുകളിലും പ്രായമായ മാതാപിതാക്കൾ മാത്രമാണ്. മറ്റൊന്നുമല്ല, മക്കളെയൊക്കെ പഠിപ്പിച്ച് വിദേശങ്ങളിലേക്ക് അയച്ചു. ഇന്ന് ഒറ്റയ്ക്ക് അവർ വീട്ടിൽ കഴിയുകയാണ്. പല ഭവനങ്ങളിലും അവർക്ക് അവസാനം അവരുടെ നാവിൽ ഒരിറ്റു വെള്ളം തുള്ളി ഒഴിച്ചു കൊടുക്കുവാൻ പോലും ഹോംനെസ് ഒക്കെ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഇല്ലേ? ഒറ്റപ്പെടുന്ന വാർദ്ധക്യം ഇന്നത്തെ ഒരു വലിയ പ്രയാസമാണ്. അതെ, ഞാൻ നിങ്ങളും ഓർക്കുക, അനുഗ്രഹത്തിന് വേണ്ടി, അതെ, അഭിവൃദ്ധിക്ക് വേണ്ടി നാടും വീടുമൊക്കെ വിട്ടുമറന്നു പോകുമ്പോൾ ഇന്ന് പലപ്പോഴും
അതിൻ്റെ പ്രയാസങ്ങൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് സഭ ഇന്ന് പകൽ വീട് എന്ന് പറയുന്ന ആശയമൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന എല്ലാവർക്കും ഒരുമിച്ചൊന്ന് കൂടിയിരിക്കുവാനും സന്തോഷം പങ്കിടുവാനും. മക്കളെയൊന്നും വിദേശത്ത് വിടണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തരുന്ന അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്. പക്ഷേ ഇന്ന് മൈഗ്രേഷൻ, കുടിയേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനെ വിട്ട് അന്യനാട്ടിലേക്ക് കുടിയേറുന്നവർ, ബന്ധങ്ങൾ വിട്ട് അന്യബന്ധങ്ങളിലേക്ക് പോകുന്നവർ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ അഭിവൃദ്ധി ആഗ്രഹിച്ചാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തിന്റെ ഭവനം നാം ഉപേക്ഷിച്ച് കളയരുത്. അനുഗ്രഹത്തിന്റെ ഭവനം നാം ഉപേക്ഷിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങളും ഓർക്കുക, പട്ടിണിയുടെ കാലഘട്ടത്തിൽ തോളിൽ കല്ലിയുമെന്നാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ ദേവാലയം പണിതത്. വെള്ളത്തോടൊപ്പം അവരുടെ വിയർപ്പിന്റെ തുള്ളികളും ഇതിന്റെ മണ്ണ് കുഴച്ചാണ് ഇവിടെ കട്ടവെച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ തലമുറയോർത്താണ് അവർ അപ്രകാരമൊക്കെ ചെയ്തത്. സമ്പത്തുണ്ടായിട്ടല്ല. ഇന്നത്തെ പോലെ പള്ളിക്ക് വേണ്ടി നാം എന്തും നൽകും. സമ്പത്തുണ്ടായിട്ടല്ല, മറിച്ച് അവരുടെ തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാ ഇതൊക്കെ വെച്ചത്. അവരുടെ കണ്ണുനീരിൽ നനഞ്ഞതാണ് ഈ ഇരിപ്പിടം. തീർച്ചയായും അതിന്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മുടെ തലമുറയൊക്കെ അനുഭവിക്കുന്നത്. അന്ന് നമുക്കറിയാം, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത എത്ര പേർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്ര പേർ. തീർച്ചയായും മൂത്തവർക്ക് ഒരു വസ്ത്രം ഒരു വർഷത്തിൽ വാങ്ങിയാൽ ഇളയവൻ വളർന്നു വരുമ്പോൾ അത് അയാൾക്ക് പാകമാകാതെ തീരുമ്പോൾ ഇളയവനാണ് കൊടുക്കുന്നത്. അന്നുള്ളൊരു വളരെ ബുദ്ധിമാന്മാരാ. കാരണം ഇളയാളതിടുമ്പോൾ അല്പം ലൂസാണ്. അതുകൊണ്ട് അവർ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അതിന് രണ്ട് വള്ളിയും കൂടെ വെച്ച് കഴുത്തേലൂടെ കെട്ടിത്തൂക്കിയിടും, ഇല്ലേ? അതുകൊണ്ട് ഒരിക്കലും അത് താഴെ പോകുകയില്ല. മാത്രമല്ല, അന്ന് ഓടുമ്പോൾ പിള്ളേരുടെ ഒരു കൈ എവിടാ? ഈ നിക്കറിലായിരിക്കുന്നത്. കാരണം ഇത് താഴോട്ട് പോകാതിരിക്കും. കാരണം അത് സ്വന്തമൊന്നുമല്ല, ഒന്നുകിൽ മുതിർന്ന ആളുടെയാ. തീർച്ചയായും അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധത്തിന്റെ ഇഴയെടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാ എല്ലാവരും ഒരു പായില കിടന്നുറങ്ങുന്നത്. ഒരു പുതപ്പേ കാണത്തുള്ളൂ. ചിലപ്പം പുതപ്പിന് ആയുസ് കാണത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കീറും. പക്ഷേ രാവിലെ മൂത്തയാൾ എഴുന്നേൽക്കുമ്പോൾ ഇളയാൾ പായിൽ നിന്ന് മാറിക്കിടന്നാൽ അവനെ പായിലോട്ട് പിടിച്ചു കിടത്തും. ആ പുതപ്പ് കൊണ്ട് അവനെ പുതപ്പിക്കും. കാരണം ആ സ്നേഹത്തിന്റെ ഇഴയെടുപ്പമാ കാണുന്നത്. പക്ഷേ ഞാൻ നിങ്ങളും ഓർക്കുക, ഈ അനുഗ്രഹത്തിന്റെ ഭവനം നാം ഉപേക്ഷിച്ചാൽ, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ പിതാക്കന്മാരുടെ കണ്ണുനീരിലൂടെ ചാലിച്ചു തന്ന അനുഗ്രഹത്തിന്റെ ഭവനങ്ങൾ നാം വിട്ടുപോയാൽ തീർച്ചയായും അത് ശൂന്യവൽക്കരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും എന്ന് തിരുവചനം പറയുന്നു. ഇവിടെ ഇതാ മോവാബിലേക്ക് പോകുന്ന നവോമിയും കുടുംബവും. അവിടെ ചെന്നപ്പോൾ ആദ്യം അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഭർത്താവാണ് ഈ പ്ലാൻ കൊണ്ടുവന്നത്. ഭർത്താവാണ് കുടുംബത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം എന്ന് ചിന്തിച്ചത്. മക്കളെയൊക്കെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് ചിന്തിച്ചത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു കുടുംബമുണ്ടാകുന്നത് പോലും കാണുവാനുള്ള ഭാഗ്യം അവനുണ്ടായില്ല എന്ന തിരുവചനം വായിക്കുന്നത്. അവൻ അവിടെ വെച്ച് മരിച്ചുപോയി. ഒടുവിൽ നവോമിയാണ് അവരെ വിവാഹിതരാക്കുന്നത്. രണ്ടുപേർക്കും ഭാര്യമാരെ എടുക്കുന്നത്. രണ്ടുപേരുടെ ഭാര്യമാരുടെ പേര് നമുക്കറിയാം, രൂത്തും ഓർപ്പയും. ഒടുവിൽ അവിടുത്തെ ജീവിതം വഴിമുട്ടിയപ്പോൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അസ്തമിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് അനുതാപത്തോടെ ഓർക്കുകയാണ്. യെരൂശലേമിൽ അവിടെ ഞരക്കരച്ചിലോടുകൂടിയ അല്പം അപ്പമായാലും മതിയായിരുന്നു, ഇല്ലേ? അവൾ ഒരു മടങ്ങിവരവിന് തയ്യാറാവുകയാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, നവോമി പറയുന്നു, ഞാൻ നിറഞ്ഞവളായിട്ട് പോയി. എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു, വേറെ സമ്പത്തൊന്നുമില്ല എങ്കിലും ഞാൻ നിറഞ്ഞവളായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും ഓർക്കുക, അനുഗ്രഹത്തിന്റെ നിറവ് നാം മറന്നു പോകരുത്. ചിലപ്പോഴൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയില്ല എന്ന് നാം കരുതുന്ന അനുഗ്രഹത്തെ കുറിച്ചൊക്കെ നാം പരാതി പറയാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളും ഓർക്കുക, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ അളവ് എത്രയായിരുന്നുവെന്ന് ഞാൻ നിങ്ങളും ഓർക്കുക. വളരെയധികം സമ്പന്നയായ വ്യവസായ കുലപതിയായിരുന്ന ഒരു സ്ത്രീയുണ്ട്. അവളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, ക്യാൻസർ ബാധിച്ച് അവൾ കിടക്കയിൽ കഴിയുകയാണ്. ആ ക്യാൻസർ ബാധിച്ച് അവൾ കിടക്കയിൽ കഴിയുമ്പോൾ അവൾ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അവൾ പറയുകയാണ്, എനിക്ക് മനോഹരമായ അനവധി വില്ലകളുണ്ട്, കടൽ തീരത്തുണ്ട്, മലനിരകളിലുണ്ട്, ഇഷ്ടം പോലെ വില്ലയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കിടക്കുവാൻ തണുത്തുറഞ്ഞ ICUവിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം മതി, ഒരു ചെറിയ റൂം മതി. എന്നെ പരിചരിക്കുവാൻ അനവധി പരിചാരകരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബെല്ലടിച്ചാൽ അടുത്തു വരുന്ന സിസ്റ്റർ, ഞാൻ ശബ്ദമുയർത്തിയാൽ അടുത്തു വരുന്ന വെള്ളധരിച്ച ഒരു രൂപം. മാത്രമല്ല, എൻ്റെ മുടിയിൽ ചൂടുവാനായി അതേ രത്നങ്ങൾ പതിച്ച ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മുടി ചീകുവാനില്ല, മുടിയൊക്കെ പൊഴിഞ്ഞു പോയി കീമോ ചെയ്തിട്ട്. എൻ്റെ ബാങ്കിൽ ധാരാളം ബാലൻസ് ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചികിത്സിച്ചിട്ടും എൻ്റെ ജീവൻ നിലനിർത്തുവാൻ ആ പണമൊന്നും മതിയാകുന്നില്ല.
ഇഷ്ടംപോലെ ഭക്ഷണം ഞാൻ രുചിച്ചിട്ടുണ്ട്, ലോകത്തെ വൈവിധ്യമാർന്ന രുചികൾ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഡോക്ടർ കുറിച്ചു തരുന്ന അല്പം ചില ഗുളികകൾ മാത്രം മതി. ഞാൻ നിങ്ങളും ഓർക്കുക, ഇതാണോ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം? നേട്ടങ്ങൾക്ക് വേണ്ടി, സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ മറന്ന്, ഉറ്റവരെയും ഉടയവരെയും മറന്ന്, നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവകൃപകളൊക്കെ മറന്ന് നാം അധ്വാനിക്കുന്നുവെങ്കിൽ ഒടുവിൽ ഇതൊന്നും അനുഭവിക്കുവാൻ ആരുടെയും സാന്നിധ്യമില്ലാതെ വരുന്ന ഒരനുഭവം ഉണ്ടാകും. ഈ അടുത്ത ദിവസം ഒരു സ്ത്രീ പറഞ്ഞു, ഏതാണ്ട് 45 കീമോ നടത്തിയവരാണവർ. ഇതുവരെയും അവരുടെ രോഗത്തിന് ഭേദമൊന്നുമില്ല. നല്ല സാമ്പത്തികമുള്ളവരെ ഇരുനില വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അവരുടെ ഭർത്താവാണെങ്കിൽ നല്ല ജോലിയുണ്ട്, നല്ല കാശുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയാ അവരിപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ചികിത്സ നടത്തുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അവർ കരുണയോട് പറഞ്ഞ ഒരു കാര്യമാണ്, അച്ഛാ 5 പൈസ പോലും അദ്ദേഹം എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തരികയില്ല. എന്നെ കുറ്റപ്പെടുത്തുകയാ ഞാൻ രോഗിയായതിൻ്റെ പേരിൽ. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ രോഗം വന്നത്. 5 പൈസ പോലും അദ്ദേഹം എനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ ചിട്ടികളും ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കണക്ക് അവർ എന്നോട് പറഞ്ഞു. മാത്രമല്ല അവർ പറയുകയാ, എനിക്കൊടുവിൽ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഭർത്താവിനെതിരെ കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടാ. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടിയെന്ന്. ഞാൻ നിങ്ങളും ഓർക്കുക, ഒരുപക്ഷേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നമുക്ക് സമ്പാദിക്കുവാൻ ആരോഗ്യമുള്ളപ്പോൾ ധാരാളം സമ്പാദ്യങ്ങൾ ലഭിച്ചേക്കാം. പക്ഷേ ഈ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്ന ഒരനുഭവമുണ്ട്. ഈ സമ്പാദ്യങ്ങളൊന്നും നമുക്ക് തുണയായി തീരുകയില്ല എന്ന് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ചന്ദനമുട്ടി കൊണ്ട് അടക്കം ചെയ്യേണ്ട അനവധി ആളുകളുണ്ടല്ലേ? ഇപ്പോൾ വൈദ്യുതി ശ്മശാനത്തിൽ വെറും ഒരു തരി ചാരമായി തീരുക, ഒരാൾ പോലും അടുത്തിയല്ലാത്ത ഒരവസ്ഥ അല്ലേ? എത്രയോ ആർഭാടമായി നടത്തേണ്ട ശവസംസ്കാര ശുശ്രൂഷകൾ ഒരു കുഞ്ഞുപോലും മുഖം കാണുവാൻ കഴിയാതെ, അതെ, ശരീരം മുഴുവൻ മൂടിയ രൂപങ്ങൾ എടുത്ത് കുഴിയിലിട്ടിട്ട് അല്ലെങ്കിൽ ദഹിപ്പിച്ചിട്ട് പോകുന്ന കാഴ്ച. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മളൊക്കെ എന്തൊക്കെ നേടിയാലും ഇതൊന്നും നമ്മുടെ ജീവനെ നന്മയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് അതെ, അഭിവൃദ്ധി മോഹിച്ച് അനുഗ്രഹത്തിന്റെ ഭവനം നാം വിട്ടുപോകരുത്. പൂർവ്വപിതാക്കന്മാരിലൂടെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ വഴികളുണ്ട്. അത് ആരാധനയുടെ വഴിയാണ്, നന്മയുടെ, പ്രാർത്ഥനയുടെ, നോമ്പിന്റെ വഴിയാണ്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന്റെ വഴിയാണ്, അതേ, ദാനധർമ്മങ്ങളുടെ വഴിയാണ്. ഇതൊക്കെ വിട്ടിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ഭവനം ഉപേക്ഷിച്ചാൽ തീർച്ചയായും ഒന്നുമില്ലായ്മയുടെ കയത്തിലേക്ക് വീണുപോകേണ്ട അവസ്ഥയാണ്. അതാണ് നവോമി നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പൊരു വലിയ ധനമാണ് എന്ന് പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്. നോമാകുന്ന വലിയ ധനത്തെ സ്വീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം. അതെ, നവോമി പറയുന്നു, ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്നിരിക്കുന്നു. അവൾ ഒഴിഞ്ഞവളായി മടങ്ങി വരുവാനുള്ള കാരണം, ഒന്ന്, ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു, എ സ്പിരിച്വൽ മൈഗ്രേഷൻ. 2, അഭിവൃദ്ധി മോഹിച്ച് അനുഗ്രഹ ഭവനം വിടുന്നു, എ കൾച്ചറൽ മൈഗ്രേഷൻ. അതെ, നമ്മുടെ ആത്മീക സംസ്കാരം നാം ഉപേക്ഷിക്കുകയാണ്. നാം വളർന്നു വന്ന ഒരു ആത്മീക സംസ്കാരം, കുടുംബ സംസ്കാരമൊക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക്, അഭിവൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം പോകുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നോർക്കുക. മൂന്നാമതായി, സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് സമാധാനത്തിന്റെ ഭവനം അവർ വിട്ടുകളയുകയാണ്. ഒരു സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് സമാധാനത്തിന്റെ ഭവനം അവർ വിട്ടുകളയുകയാണ്. അവർ ജീവിക്കുന്ന ദേശം പട്ടിണിയുടെ പിടിയിലാണ്. ജീവിക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല. കുഞ്ഞുങ്ങളെ സ്വസ്ഥമായി വളർത്തുവാനുള്ള സാഹചര്യമില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള അവസരമില്ല. നല്ല ഭക്ഷണം കൊടുക്കുവാനുള്ള സാഹചര്യമില്ല. നല്ല വീട് വെക്കുവാനുള്ള അധ്വാന ഫലങ്ങളുമില്ല. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, എനിക്കൊരു സെറ്റിൽമെന്റ് വേണം. പക്ഷേ അവൻ വിട്ടുകളഞ്ഞത്, ഓർക്കുക, ഇറച്ചിക്ക് വേണ്ടി ദൈവമുമ്പാകെ കേണപ്പോൾ കാടപ്പക്ഷിയെ കാറ്റിലൂടെ വരുത്തിക്കൊടുത്ത അരുമനാഥൻ ഒരുക്കിയ സമാധാന ഭവനമാണ്. ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ സമൃദ്ധിയായി അവർ അധ്വാനിച്ച് ഭക്ഷണമുണ്ടാക്കുന്നത് വരെ മന്ന സ്വർഗത്തിൽ നിന്ന് വർഷിച്ചു കൊടുത്ത അരുമനാഥന്റെ സമാധാന ഭവനമാണ്. അവർ ഉപേക്ഷിച്ച് കളഞ്ഞത് വെള്ളമില്ലാതെ വറ്റി വരണ്ട മരുഭൂ നടുവിൽ പാറ പിളർന്ന് കുടിക്കുവാൻ വെള്ളം കൊടുത്ത യഹോവയാം ദൈവം ഒരുക്കിയ സമാധാനത്തിന്റെ ഭവനമാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ
താൽക്കാലിക പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുമനാഥൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കടന്നു വരും. നമ്മൾ വിചാരിക്കും കോവിഡ് നീങ്ങിപ്പോയി, പക്ഷേ ഇനി എന്തൊക്കെയാണ് പ്രതിസന്ധികൾ? അതേ, ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, പക്ഷേ നാം ഇതിനെ അതിജീവിക്കും. കാരണം എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നാം ആശങ്കപ്പെടേണ്ട, ഭയന്നു പോകണ്ട. കാരണം സമാധാനത്തിന്റെ നാഥനാണ് നമ്മുടെ ദൈവം, അവനോടൊപ്പമാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഓർക്കുക, ഒരു സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് ഈ സമാധാനത്തിന്റെ ഭവനം വിട്ടുപോയാൽ ആരാധനയുടെ അനുഭവം സമാധാനത്തിന്റെ അനുഭവമാണ്. ഓർക്കുക, ആരാധന ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്ന അവസരമാണ്. ആരാധന എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്ന അവസരം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന പട്ടക്കാരൻ ആശംസിക്കുന്നത്, അതേ, അസ്വസ്ഥതകളൊക്കെ മാറ്റിവെക്കുവാൻ, ആശങ്കകളൊക്കെ നീങ്ങിപ്പോകുവാൻ, ഭയമില്ലാതെയാകുവാൻ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്ന അവസരമാണ് ആരാധനയുടെ അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത്, ഒടുവിൽ വിശുദ്ധ കുർബാനയോട് ഒടുവിൽ പട്ടക്കാരൻ പറയും, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴിയാത്രാ ഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ. ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാരണമില്ല. കാരണം നിങ്ങളുടെ കൂടെ ഉള്ളത് സമാധാനത്തിന്റെ നായകനാണ്. യേശുതമ്പുരാന്റെ തിരുശരീരക്തങ്ങളാണ് എന്നിലും നിങ്ങളിലും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. യഹോവയാം ദൈവമേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളും ഓർക്കുക, പ്രതിസന്ധികൾ അനവധി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ ഞാൻ പോവുകയുണ്ടായി. അതെ, ഡൽഹിയിലുണ്ടായിരുന്ന ഒരു പ്രിയ സഹോദരൻ, ഞങ്ങളൊക്കെ ഈ ഗോസ്പൽ ടീമിന്റെ പ്രോഗ്രാമായി പോകുമ്പോൾ ഞങ്ങളെയൊക്കെ പല പള്ളികളിലേക്കാണ് പോകുന്നതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വിളിക്കുകയും കൊണ്ടുവിടുകയും ഭക്ഷണമൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വീട് കൂതാശിക്കൊക്കെ ഞങ്ങൾ പോയി. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ മാമോദീസായിക്കൊക്കെ ഞങ്ങളെ വിളിച്ചു, അതിനും പോയതാം. എന്നാൽ ദീർഘകാലത്തിന് ശേഷം ഇടയ്ക്കൊക്കെ വിളിക്കും, സംസാരിക്കും, പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ദീർഘകാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും വിളിച്ചു പറഞ്ഞു, വെച്ചാൽ എനിക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒത്തിരി ഗ്യാപ്പുണ്ടല്ലോ. അത് ഒത്തിരി ഗ്യാപ്പുണ്ടായി, ഒരു മകനോടുണ്ടായി. മാമോദീസ കഴിഞ്ഞ ആഴ്ചയാണ്, അച്ഛനും കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് പള്ളിയിൽ ഒരാവശ്യം വന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഞാൻ വൈകിട്ട് ആ വീട്ടിൽ ചെന്നു. സന്ധ്യയ്ക്ക് ശനിയാഴ്ച സന്ധ്യാനമസ്കാരമൊക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴേ അവരെല്ലാം ഉണ്ട് വീട്ടിൽ. ആ മൂത്ത മകൾ കസേരയിൽ ഇങ്ങനെ കുനി പിടിച്ചിരിക്കുകയാണ്. ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചിന്തിച്ചു, അവൾക്ക് 12 വയസ്സുണ്ട്, ഇപ്പോഴും ഭക്ഷണം വാരിക്കൊടുക്കുകയാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ പറഞ്ഞത്, അച്ഛാ, ഞാൻ നിങ്ങളെ വിളിച്ചതിൻ്റെ ഒരു കാര്യം, എനിക്ക് ദൈവം തമ്പുരാൻ ദീർഘകാലത്തിന് ശേഷം ഒരു മകനെ തന്നു. നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമുദീസായിക്ക് വന്നതാ, അവളെ കണ്ടോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പം എന്തിനാ പഠിക്കുന്നത്? പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറയുകയാ, അച്ഛാ, അവൾ സ്കൂളിലൊന്നും പോകത്തില്ല, അവൾ ഈ ഒരു ഇരിപ്പാണ്. ഇത്രയെങ്കിലും ആയത് ഈ അടുത്ത സമയത്താണ്. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തതാണ്. അപൂർവമായി കാണപ്പെടുന്ന ഒരു രോഗമാണ്. അവളുടെ ജീവിതത്തിൽ നടക്കുവാനും സംസാരിക്കുവാനുമുള്ള ശേഷിയില്ല. പ്രസവ സമയത്തുണ്ടായ എന്തോ പ്രശ്നമാണ്. നടക്കുവാൻ ശേഷിയില്ല, സംസാരിക്കുവാൻ ശേഷിയില്ല. ഞങ്ങൾ എന്തെല്ലാം ചികിത്സകളൊക്കെ ചെയ്യാൻ ഇനി ഒരു ചികിത്സയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒടുവിൽ ഫിസിയോതെറാപ്പി മാത്രമോ, ഒരു ഗുളിക പോലും കുഞ്ഞിന് കൊടുക്കണ്ട, അങ്ങനെയുള്ള അസുഖമൊന്നുമില്ല. പക്ഷേ അവൾ ഇപ്പോഴും സംസാരിക്കില്ല. ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഇതുകൊണ്ട് 1-2 വാക്കുകളൊക്കെ ഉച്ചരിക്കും, കൈയൊക്കെ അനക്കുന്നുണ്ട്. ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. പക്ഷെ അദ്ദേഹം പറയുകയായിരുന്നു, എങ്കിലും നാഥ്, ദൈവം ഇത്രത്തോളം നടത്തി, ഞങ്ങൾ അവളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിചരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളാൽ കഴിയുന്ന എല്ലാം അവർക്ക് ചെയ്യും. വലിയ ജോലിയൊന്നുമല്ല, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അവർക്കൊക്കെ ജോലി. അവർ പറയുക, എന്തൊക്കെയാണെങ്കിലും ഞങ്ങളവയെ മാക്സിമം സംരക്ഷിക്കും. ദൈവം തമ്പുരാൻ ഒരു ആൺകുഞ്ഞിനെ കൂടെ ഞങ്ങൾക്ക് തന്നു എന്ന് പറയുകയാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അനവധിയാണ്. ഒരുപക്ഷേ രോഗം നമുക്ക് ദൈവം തന്നില്ല എങ്കിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയാകണം. ദൈവമേ, ഇത്രമാത്രം സമാധാനത്തിന്റെ അനുഭവം എൻ്റെ കുടുംബത്തിൽ തന്നുവല്ലോ. ജീവിത പങ്കാളി സന്തോഷത്തോടെ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇത്രത്തോളം സന്തോഷം ദൈവമേ തന്നുവല്ലോ. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇത്രമാത്രം സമാധാനം നമ്മുടെ ജീവിതത്തിൽ തന്നുവല്ലോ എന്ന്. അതെ, ഇനിയൊരു സെറ്റിൽമെന്റിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഈ സമാധാനത്തിന്റെ അന്തരീക്ഷം നാം തകർത്ത് കളയരുത്. അത് പല വിധത്തിലാണ്. നമ്മുടെ സ്വഭാവങ്ങളിൽ അത് മദ്യത്തിന്റെ സ്വാധീനമാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങളാകാം ജീവിതത്തിലെ സമാധാനം തകർത്ത് കളയുന്നത്.
ഒരു സോഷ്യൽ മൈഗ്രേഷനാണ് ഇവിടെ നാം കാണുന്നത്. അതെ, സമാധാനത്തിന്റെ ഭവനത്തിൽ നിന്നും ഒരു പുതിയ അനുഭവത്തിലേക്ക് ഒരു സാമൂഹികമായ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഈ ഒരു വലിയ മാറ്റം നമുക്ക് ദൃശ്യമാണ്. പഴയ നമ്മുടെ ജീവിതത്തിലെ സാമൂഹിക ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ, മക്കൾ, അല്ലെങ്കിൽ വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിലെ ഊഷ്മളമായ ബന്ധം, അതൊക്കെ നഷ്ടപ്പെട്ടു. ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ വിവാഹ കൂദാശകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, പണ്ട് പ്രാർത്ഥനായോഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് അവർ തന്നെ എല്ലാ കാര്യങ്ങളുമൊക്കെ ക്രമീകരിച്ച് അച്ഛൻ്റെയൊക്കെ സമയമൊക്കെ അറിയിച്ച് വളരെ പ്രാർത്ഥനയോടെ ആത്മീകമായ അന്തരീക്ഷത്തിൽ നടത്തി വന്നിരുന്ന ശുശ്രൂഷകളാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കേൾക്കുകയുണ്ടായ, ഒരു പക്ഷേ ജോൺസണിനൊക്കെ അറിയാം ഒരു സംഭവം. വിവാഹ കൂദാശ കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞിട്ട് പെണ്ണിറങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി. അവൾക്ക് ആ ബന്ധം വേണ്ട എന്ന്. വിവാഹ കൂദാശയും കഴിഞ്ഞു, റിസപ്ഷനും കഴിഞ്ഞതാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, പ്രീ വെഡിങ് ഷൂട്ട്, അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് ഷൂട്ട്, അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്. എത്രമാത്രം നമ്മുടെ ജീവിതത്തെ മലീമസമാക്കുന്ന, ഒരുപക്ഷെ സമ്പത്തിന്റെ അതിപ്രസരം. ഞാൻ നിങ്ങൾ ഓർക്കുക, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കും, നമുക്ക് കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം അനാവൃതമാക്കരുത്. മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ ഭംഗിയും നമ്മുടെ സന്തോഷവും നമ്മുടെ സമ്പത്തും പ്രദർശിപ്പിക്കുവാൻ നാം വ്യഗ്രത കൂട്ടുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ചില താൽക്കാലികമായ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ താൽക്കാലികമായ സെറ്റിൽമെന്റുകളൊക്കെ ഉണ്ടാക്കുവാൻ സമാധാനത്തിന്റെ ഭവനം, ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന സമാധാനത്തിന്റെ ഭവനം നാം വിട്ടുകളയരുത്. തിരുവചനം നമ്മെ ആർപ്പിക്കുകയാണ്. ഇവിടെ ഇതാ നവോമി പറയുകയാണ്, ഞാൻ നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തി. കാരണം എന്താ? ഒന്നാമത്തെ കാരണം ഞാൻ പറയുകയുണ്ടായി, അതേ, അവൾ ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം വിട്ടുകളഞ്ഞു. ആരാധനയുടെ അനുഭവമാണ് യെരൂശലേം നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിലും നിത്യജീവന്റെ വഴിയാഹാരമായി യേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ ഒരു ബലിപീഠം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതെ, താൽക്കാലികമായ ആഹാരം മോഹിച്ച് ഈ ബലിപീഠവുമായുള്ള ബന്ധം, ഒരു സ്പിരിച്വൽ മൈഗ്രേഷൻ മൂലം ഈ ബന്ധം നഷ്ടമാക്കി കളയരുത് എന്നോർക്കുക. നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ തലമുറകളൊക്കെ ഏതൊക്കെ ദേശത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ആരാധന നടത്തി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ അത് നഷ്ടം വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ എല്ലാ മക്കളും തീർച്ചയായും അവർ നടന്ന ആത്മീക വഴിയിലൂടെ തീർച്ചയായും അനുഗ്രഹകരമായി നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഓർക്കുക, അതിനവരെ അഭ്യസിപ്പിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ വഴി അവർ പിന്തുടർന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വഴി പിന്തുടരുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ഓർക്കുക. ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിക്കുവാൻ, ഒരു സ്പിരിച്വൽ മൈഗ്രേഷൻ ഉണ്ടാകുവാൻ നമ്മുടെ തലമുറയ്ക്ക് നാം അവസരം കൊടുക്കരുത്. നവോമിയുടെ ശൂന്യതയുടെ കാരണം, ഇല്ലായ്മയുടെ കാരണം ഈ ഒരു സ്പിരിച്വൽ മൈഗ്രേഷനാണ്. രണ്ടാമതായി, അഭിവൃദ്ധി മോഹിച്ച് അവൾ അനുഗ്രഹ ഭവനം വിട്ടുകളയുന്നു. അതെ, പിതാക്കന്മാരോട് ലഭിച്ച അനുഗ്രഹം, ദൈവം തമ്പുരാൻ കൊടുത്ത അനുഗ്രഹത്തിന്റെ നിറവ്, അത് ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ അവളിതാ അഭിവൃദ്ധിയിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി പോയപ്പോൾ തീർച്ചയായും അവളുടെ ജീവിതത്തിൽ നാം കാണുന്നത് ഒരു ശൂന്യതയുടെ അനുഭവമാണ്. എ കൾച്ചറൽ മൈഗ്രേഷൻ, സാംസ്കാരികമായ ഒരു മൈഗ്രേഷൻ നാം അവിടെ കാണുന്നത്, സാംസ്കാരികമായ ഒരു കുടിയേറ്റം. അതേ, ജനിച്ചു വളർന്ന ആരാധനാ സംസ്കാരത്തെ, ജനിച്ചു വളർന്ന പ്രാർത്ഥനാ സംസ്കാരത്തെ നഷ്ടപ്പെടുത്തി ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, മ്ലേച്ഛബിംബങ്ങളെ ആരാധിക്കുന്ന സംസ്കാരത്തിലേക്ക് അവർ പഠിച്ചു നടപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതാ ശൂന്യതയുടെ അനുഭവം ഉണ്ടാവുകയാണ്. രാവും പകലും ആരാധിക്കുന്ന ആരാധനയുടെ മനോഹാരിത പകർന്നു തന്ന പൂർവ്വപിതാക്കന്മാരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് രാവിലെ മാതാപിതാക്കൾ പാടുന്ന പാട്ട് കേട്ട് ഉണരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്ത് നീ കിടന്ന് മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെ എന്നൊക്കെ പറയുമ്പോൾ അറിയാതെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ആ പ്രാർത്ഥനയോട് ചേരുമായിരുന്നു. മാത്രമല്ല, രാത്രിയിൽ ഞാൻ ഉണർന്നുമ്പോൾ എന്നരികിൽ കാവലതായി നിൽക്കണമെന്ന് നമ്മുടെ വീട്ടിൽ മുതിർന്നവർ പാടുന്ന പാട്ട് കേട്ട നാം കിടക്കയിൽ കിടന്നുറങ്ങിയിട്ടുള്ളത്. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് ആ പായിൽ പോയി ഇരുന്നിട്ടുണ്ട്. വേദപുസ്തകം വായിക്കാതെ അത്താഴം പോലും വിളമ്പിയിരുന്നില്ല.
അതിരാവിലെ പ്രാർത്ഥിക്കാതെ ഒരു വഴിക്കും നാം പോയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഈ ആരാധനയുടെ മനോഹാരിത നഷ്ടപ്പെട്ടിട്ടില്ലേ? സംസ്കാരം, ആരാധനാ സംസ്കാരമൊക്കെ മാറിയില്ലേ? ആത്മാർത്ഥമായി ചിന്തിക്കുക. നമ്മുടെ തലമുറ ശൂന്യതയുടെ പാതയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവർക്ക് ഈ ആരാധനയുടെ സംസ്കാരം നാം പകർന്നു കൊടുക്കണം. മൂന്നാമത്തെ, അവരുടെ ജീവിതത്തിൽ ശൂന്യത വരുവാനുള്ള കാരണം അവർ സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് സമാധാനത്തിന്റെ ഭവനം വിട്ടു. കൂടുതൽ സെറ്റിൽമെന്റുകൾക്ക് വേണ്ടി പോവുകയാ. ജീവിതത്തിൽ സെറ്റിൽമെന്റുകളൊക്കെ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സെറ്റിൽമെന്റ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതെ, സമാധാനത്തിന്റെ നാഥൻ നമുക്ക് തന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം വെച്ച് സെറ്റിൽമെന്റുകൾക്കൊന്നും തയ്യാറാകരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നാം മറന്നു പോകരുത്. സോഷ്യൽ മൈഗ്രേഷൻ, തീർച്ചയായും ദൈവവുമായി, സഭയുമായി, സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം മറന്ന് ഒരു കുടിയേറ്റത്തിന് നാം മുതിരുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മെ ശൂന്യതയിലേക്ക് നയിക്കും. അതെ, പൂർവ്വപിതാക്കന്മാർ നമുക്ക് കൊളുത്തി തന്ന തിരുവചനത്തിന്റെ ഒരു തെളിനീരുറവാം ഈ പ്രദേശത്ത് ഇന്നും അത് അണയാതെ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ തലമുറയ്ക്കും അത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു വഴികാട്ടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൂന്യതയ്ക്ക് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്, നിറവിന് വേണ്ടിയിട്ടാ, നന്മയ്ക്ക് വേണ്ടിയിട്ടാ, രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ഇവിടെ ഇതാ നവോമി ഒരു മടങ്ങി വരവുണ്ടായപ്പോൾ അവളുടെ ജീവിതത്തിൽ അവളോട് ചേർന്ന് നിൽക്കുവാൻ ഒരു മകളെ കൂടെ, ഒരു മരുമകളെ കൂടെ യഹോവയാം ദൈവം അവൾ കൊടുത്തു. ആരെയാ? രൂത്തിനെയും. അവളുടെ ജീവിതം പിന്നീട് പരിശോധിക്കുമ്പോൾ അവൾ പറയുകയാ, ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി വന്നുവെങ്കിൽ അവളുടെ മടങ്ങി വരവ്, അവളുടെ അനുതാപം, അവളുടെ മാനസാന്തരം ഒരു പുതിയ ജീവിതത്തിന് കാരണമായി തീരുകയാ. രൂത്തിലൂടെ ഒരു വീണ്ടെടുപ്പുകാരൻ അവരുടെ കുടുംബത്തിലേക്ക് വരികയാ. അവരുടെ കുടുംബം പുഷ്ടി പ്രാപിക്കുകയാ, അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ പോവുകയാ. ദാവീദിന്റെ വല്യപ്പനാണ് ബോവസ് എന്നാ തിരുവചനം പറയുന്നത്, ഇല്ലേ? അതെ, ദാവീദിന്റെ വല്യപ്പനാ. മാത്രമല്ല, ദാവീദിന്റെ വല്യപ്പനാണെങ്കിൽ യേശുതമ്പുരാന്റെ വല്യമ്മയാണ് ആര്? രൂത്ത് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ശൂന്യമാക്കപ്പെടുവാനല്ല വിളിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വഴിതെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ട് ദൈവഭവനത്തിലേക്ക്, സമാധാന ഭവനത്തിലേക്ക്, അനുഗ്രഹ ഭവനത്തിലേക്ക്, അപ്പത്തിന്റെ ഭവനത്തിലേക്കൊന്ന് മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടു പോയവ ഇരട്ടിയായി തിരിച്ചെഴുതുവാൻ തീർച്ചയായും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരുതലിൽ, അവന്റെ കരവലയത്തിനുള്ളിൽ നമ്മുടെ തലമുറയെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വലിയ നോമ്പും ഈ തിരുവചന ശുശ്രൂഷയും അതിനൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പിന്റെ കാലം ആശംസിച്ചുകൊണ്ട്